വാഹനം ഇടിച്ച് രണ്ടുപേരെ കൊന്നാലും ഉപന്യാസം എഴുതി കഴിഞ്ഞാൽ ജാമ്യം കിട്ടും എന്ന് പറയുന്ന ഒരു നിയമത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? എങ്കിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. നടന്നത് പൂനെയിലാണ്. 17 വയസ്സ് തികയാതെ, ലൈസൻസ് ഇല്ലാതെ, വാഹനത്തിന് രജിസ്ട്രേഷൻ ഇല്ലാതെ പോർഷെ എന്ന് പറയുന്ന അത്യാധുനിക 200 കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ച് ഒരു യുവാവും യുവതിയും മരിച്ച സംഭവത്തിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡാണ് ഇത്തരത്തിൽ കർശന ഉപാധികളോടുകൂടി 17കാരന് ജാമ്യം അനുവദിച്ചത്. ഉപന്യാസം മാത്രമല്ല, ട്രാഫിക് നിയമങ്ങൾ ട്രാഫിക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പഠിക്കണം, മദ്യപാനാസക്തി ഒഴിവാക്കാനായിട്ട് കൗൺസിലിങ്ങിന് പോകണം. പക്ഷേ ജനങ്ങൾ വെറുതെ ഇരുന്നില്ല. സോഷ്യൽ മീഡിയ ഇളവി, പത്രക്കാർ ഇടപെട്ടു, രാഷ്ട്രീയ നേതാക്കൾ ഇടപെട്ടു. അവസാനം ഗത്യന്തരമില്ലാതെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് സെക്ഷൻ 104 അനുസരിച്ച് ഉത്തരവ് പുനഃപരിശോധിക്കുകയും ഈ പുള്ളിക്കാരനെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. കൂടാതെ ഈ വേട്ടാവെളിയൻ്റെ തന്തയെ പ്രായപൂർത്തിയാകാത്ത മകന് വാഹനം കൊടുത്തതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇനി എൻ്റെ പൊന്നു രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ വീട്ടിലൊരു സ്കൂട്ടറോ ബൈക്കോ കാറോ ഉണ്ടെങ്കിൽ, ഈ വാഹനം കാണുമ്പോൾ പിരിപിരാന്ന് തിളയ്ക്കുന്ന പൈലുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരു വിധത്തിലും ആ വാഹനം അവരെ കൈകൊണ്ട് പോലും തൊടിയിക്കരുത്. അവസാനം യുവമാരെടുത്തുകൊണ്ട് പോയി വല്ല അപകടം ഉണ്ടാക്കി കഴിഞ്ഞാൽ 3 കൊല്ലം രക്ഷകർത്താവെന്ന നിലയിൽ നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എസ് എഴുതി കൊടുത്താൽ മതിയല്ലോ, ജാമ്യം കിട്ടുമല്ലോ എന്ന്. അതൊക്കെ വലിയ പണക്കാരൻ്റെയൊക്കെ മക്കളായതുകൊണ്ടേ. സാധാരണക്കാരൻ്റെ മക്കളായിരുന്നെങ്കിൽ ജയിൽ ഇടിഞ്ഞാൽ പോലും ഇറങ്ങാത്ത രീതിയിൽ അവന്മാർ ചാർജ് ചെയ്ത് കയറ്റും. അതുകൊണ്ട് പറയുകയാണ്, ആന വാ പൊളക്കണ കണ്ട് അണ്ണാൻ വാ പൊളക്കരുത്.